ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഒട്ടും വിചാരിക്കാണ്ടെടുത്ത വ്ളോഗാണ്. കാരണം ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒന്ന് വ്ളോഗൊന്നും ആക്കണ്ടേനു എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ഞങ്ങൾ ഓൾറെഡി ഷോപ്പിംഗ് എല്ലാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ഇപ്പം എടുത്തിട്ടുണ്ടായിരുന്ന ഇതില്ലേ, അത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അത് 5 കിലോ ഗോതമ്പ് പൊടിക്ക് 350 രൂപയാണ്. അത് ഓഫർ പ്രൈസ് 175 രൂപയ്ക്ക് കേട്ടോ. പിന്നെ ഇവിടെ നൂഡിൽസ്, അതിനൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. അതൊക്കെ എടുത്തിട്ടുണ്ട്. ചിക്കൻ നൂഡിൽസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നട്ട്സും റൈസിൻസൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ പാതി വിലയാണ്. 500 രൂപേൻ്റെ സാധനമാണെങ്കിൽ 250 രൂപയ്ക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞാനും ഉമ്മയും ഉപ്പയും പിന്നെ എൻ്റെ ബ്രദറും വൈഫും. ഞങ്ങളങ്ങനെ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല ഓഫർ ഉണ്ട് കേട്ടോ. 600 രൂപേൻ്റെ 320 രൂപ ഉണ്ട്. ഇത് ഫിയാമയുടെ സോപ്പാണ് കേട്ടോ. ഇത് 600 രൂപയുടെ സോപ്പ് 300 രൂപക്ക് അങ്ങനെ കേട്ടോ. ഇത് പിന്നെ ബ്രദറിൻ്റെ കുട്ടിയാണ്, ബ്രദറിൻ്റെ ചെറിയ ആളാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സോപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഫിയാമയുടെ. അപ്പോൾ ഞങ്ങളിത് 2 എടുത്തിട്ടുണ്ട്. ഓഫർ കണ്ടപ്പോൾ എന്തായാലും എടുക്കുമ്പോൾ 2 എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് 2 ട്രോളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളിലൊക്കെ ട്രോളിയിൽ ഇരുത്തി, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി വലിച്ചിട്ടിട്ട് നമ്മളൊന്നും പർച്ചേസിങ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ കുട്ടികളിലൊക്കെ ആദ്യം തന്നെ 3 ആളെയും ട്രോളിയിലാണ് എത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടെ പാമ്പേഴ്സിനൊന്നും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഓഫർ കണ്ടില്ല, ശരിക്കും ഞങ്ങൾ നോക്കിയില്ല കേട്ടോ. പിന്നെ ഈ സോപ്പ് പൊടിക്കൊക്കെ നല്ല ഓഫറും കാര്യങ്ങളുണ്ട് കേട്ടോ. സൺപ്ലസിൻ്റെ പിന്നെ മോർലൈറ്റിൻ്റെ അങ്ങനെ സോപ്പ് പൊടിക്കൊക്കെ നല്ല ഓഫറുണ്ട്. ഞങ്ങൾ സൺലൈറ്റും അതേപോലെ മോർലൈറ്റിൻ്റെയും സോപ്പ് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫോണിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ് ഓഫർ എത്ര പ്രൈസിൻ്റെ ഇതൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ലുലു ഓപ്പൺ ആയ ശേഷം ഞങ്ങളൊരു 3-4 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവും കേട്ടോ. ഈ 3-4 പ്രാവശ്യം പോയപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്നും അതേപോലെ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം തിരക്കിൽ നമ്മൾ നോക്കി എടുക്കുക തന്നെ വേണം. പിന്നെ ഇങ്ങനെ കണ്ടെയ്നർ ബോക്സിനൊക്കെ നല്ല റേറ്റ് കമ്മി പോലെ തോന്നിയിട്ടാ. ഇപ്പോൾ ഇത് 5 പീസ് ഉള്ളതാണ്, ഇതിന് 199 ഇട്ടാ. ഇതേപോലെ വേറെ ബോക്സുകളുണ്ട്. അപ്പോൾ ഇതൊന്നും എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ബോക്സുകൾ ഇങ്ങനെ റേറ്റ് കമ്മിക്ക് തോന്നിയിട്ടാ. പിന്നെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുട്ടികൾ ട്രോളിയിൽ ഇരുന്നിട്ട് സാധനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കാൻ മടിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നത്. ഈ കോയിൻസും കറൻസീസൊക്കെ ഇല്ലേ, നമ്മൾ പണ്ടത്തെ, ഇപ്പോൾ ഇത് യൂസ് ആക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ടുള്ളവരൊക്കെ യൂസ് ആക്കിയിട്ടുള്ളത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക കേട്ടോ. അതേപോലെ പണ്ടത്തെ കറൻസി അങ്ങനെയൊക്കെ കേട്ടോ. നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ ജസ്റ്റ് കണ്ടപ്പോൾ ഇതൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ പാത്രങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ അങ്ങനെയുള്ള പാത്രങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇത് 4999ൻ്റെ 1550 കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ബ്രദർ എടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് പീസായിരുന്നു കേട്ടോ. ബ്രദർ എടുക്കുമ്പോൾ ഇനിയിപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ടാകും, പക്ഷേ ബ്രദർ എടുക്കുമ്പോൾ ഇത് ലാസ്റ്റ് പീസായിരുന്നു. ഇത് അവിടെ തന്നെ അവർ തുറന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ സീൽ ചെയ്തിട്ടാണ് കേട്ടോ തന്നത്. അപ്പോൾ ലുലുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോകാട്ടോ, കാരണം ഇപ്പോൾ നല്ല ഓഫർ നടക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഓഫറായിട്ട് 4-ാം തീയതി മുതൽ 6-ാം തീയതി വരെ 2 മണിക്കാണ് കേട്ടോ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത്. 2 മണി വരെ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഞാൻ അറിഞ്ഞത് അത്ര ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി 2 മണി വരെ ഓപ്പൺ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇത് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസാണ്. ഇവിടെ നല്ല ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടുന്ന് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് എല്ലാം നോക്കി നിന്നതാണ്. അല്ലാണ്ട് ഇവിടുന്ന് ഇപ്പം നമുക്ക് കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല.
പിന്നെ ഇതൊരു ചെറിയ കുഞ്ഞി ബോക്സ് തന്നെ ഉണ്ടല്ലേ താഴെ, അതൊരു മിനിയേച്ചറായിട്ടൊരു സെറ്റാണ് കേട്ടോ. അതിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഒക്കെ ചെറുതായിട്ടുള്ളത് കണ്ടപ്പോൾ ഒരു ക്യൂട്ട് തോന്നിയിട്ടാ. പിന്നെ മീൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മറ്റേ ബീറ്റ ഫിഷില്ലേ, അത് മേടിച്ചിട്ടുണ്ട് ബ്രദറ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ പെട്ടെന്ന് ചത്തു പോകുമെന്ന് ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങാത്തത്. അപ്പോൾ എന്തായാലും ബ്രദർ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല എനിക്കൊന്ന് മേടിക്കണം. ബ്രദർ വാങ്ങിയത് ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ അവിടെ ഇല്ലേ ചെമ്മീനില്ലേ, അത് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചത് കണ്ടു കേട്ടോ. അത് ജീവനുള്ള ചെമ്മീനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇതെല്ലാം എടുത്തത് ബ്രദർ എടുത്തത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഫിഷിനെല്ലാം നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴൊന്നും ഓഫർ ഉണ്ടായിരുന്നില്ല. ഇതിന് ഒക്കെ ഓഫറും അതേപോലെ തന്നെ ഇതിൻ്റെ ഫുഡില്ലേ അത് ഫ്രീ ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ബ്രദർ എടുത്ത ഫിഷ്. ഇതിൻ്റെ ഇടയിൽ ഉമ്മ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തോ പെന്നും ബുക്കും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോയത് ഒരു 6 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടെ ഒരു ചെറിയ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ നോക്കി മേടിക്കുന്നുണ്ട്. താഴെ തന്നെ കേട്ടോ, താഴെ തന്നെ ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ്. ഇതിനൊന്നും ഓഫറില്ല കേട്ടോ, ഫുഡ് ഐറ്റംസിനൊന്നും ഓഫറുള്ളതായിട്ട് തോന്നിയില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ സമയങ്ങൾ പോകണത് തന്നെ അറിഞ്ഞില്ല കേട്ടോ. 9 മണി ആയി തന്നെ അറിയണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നത് 12 മണിക്കാണ് കേട്ടോ. 12 മണിക്കും അതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഷോപ്പ് 2 മണി വരെ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ആരും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും ഷോപ്പിംഗ് ചെയ്തിട്ടാ. അവിടുത്തെ ബിരിയാണിയൊക്കെ കഴിച്ച സമയത്ത് നല്ല ടേസ്റ്റ് തോന്നി. പിന്നെ ഇതൊന്നും വലിയ ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. പിന്നെ ഒരു ചിക്കൻ ടിക്ക റാപ്പ് ഉണ്ടായിരുന്നു, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് കേട്ടോ. അതൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ട് ഇവിടെ കുട്ടികൾ 3 ആളും ഐസ്ക്രീം കഴിക്കാനിട്ട് അതിൻ്റെ കോലാണ് ഇപ്പോൾ ഈ കാണുന്നത്. ബ്രദറിന് 2 കുട്ടികളാണ് കേട്ടോ. ഇത് ചെറിയ ആളും ഇത് മൂത്താളും കേട്ടോ. ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ബ്രദറിന് എത്ര കുട്ടികളാണെന്ന്. പിന്നെ ഇത് എൻ്റെ കുട്ടിയാണ് കേട്ടോ. അവിടെ പോയപ്പോൾ കണ്ട ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഈ നാട്ടിൽ ഷോപ്പ് നടത്തില്ലേ അവരൊക്കെ വന്നിട്ട് ഈ കൊക്കക്കോല അങ്ങനെയുള്ളതൊക്കെ അല്ലേ, അതൊക്കെ നിറയെ 30-40 കുപ്പിയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ ഓഫർ കാരണം. എന്നിട്ട് പിന്നെ നമ്മൾ മുകളിലേക്ക് പോയി. മുകളിൽ ഇങ്ങനെ ചെറിയ ബാൻഡ് സെറ്റൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാട്ടൊക്കെ കേൾക്കാൻ. അതൊക്കെ കുറച്ച് നേരം അവിടെ കേട്ട് നിന്നിട്ട് പിന്നെ നമ്മൾ ഫാഷൻ സ്റ്റോറിൽ കയറിയിട്ടുണ്ട്. ഇവിടെ കുട്ടികളുടെ ടോയ്സിനൊക്കെ നല്ല ഓഫർ തോന്നിയിട്ടാണ്. പക്ഷേ ടോയ്സ് ഒന്നും അധികം വാങ്ങിയിട്ടില്ല, കാരണം മാമ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. മാമ വരുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ടോയ്സും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടോയ്സൊന്നും കാര്യമായിട്ട് വാങ്ങിയിട്ടില്ല കേട്ടോ. മാമ എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ആങ്ങള. ഇതൊരു ബ്ലാങ്കറ്റാണ് കേട്ടോ. ഇതിന് 200 രൂപ. അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് ഒക്കെ ഉണ്ട്, അതിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ഇത് 500 അങ്ങനെ എന്തോ, 1000ൻ്റെ ബെഡ്ഷീറ്റ് 500-ന് അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. ബെഡ്ഷീറ്റൊന്നും മേടിച്ചിട്ടില്ല. പിന്നെ കുറച്ച് നേരം മുകളിൽ ഫൺ ടൂറിലൊക്കെ കുറച്ച് നേരം കളിച്ചിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടാ. ഫാഷൻ സ്റ്റോറിൽ ഡ്രസ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 50%, 30% അങ്ങനെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുകളിൽ നിന്ന് നമ്മളൊരു കെറ്റിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ താഴെ ബില്ല് ചെയ്യാണ്ടാണ് അത് പിടിച്ച് മുകളിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ബില്ല് ചെയ്യാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ താഴെ വന്ന് ബില്ലെല്ലാം ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ.
സമയം 12 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ചു പോരുമ്പോൾ. സമയം 12 മണിയായിട്ടും ലുലുവിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നിറയെ ആൾക്കാരുണ്ടായിരുന്നു, നിറയെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഓഫർ ടൈമിൽ ലുലു എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു, ബൈ ബൈ.